ഞാൻ മനസ്സിലാക്കുന്നത് ഇത് അണ്ണൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നിരുന്ന പുതിയൊരു വഴിയാണെന്ന്. മനസ്സിരുത്തി ചിന്തിച്ച സാധ്യതകൾ പലതും തുറന്നു കിടപ്പുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തി മുന്നേറിയാൽ അതായിരിക്കും നിങ്ങൾ അണ്ണനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രായശ്ചിത്തവും കടമ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇനിയുള്ള സമയമെങ്കിലും ലൈഫിനെ പോസിറ്റീവായിട്ട് മാത്രം കാണാം. ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന നെഗറ്റീവിനെ പൂർണ്ണമായും തൂത്തുവാരി കളയുക. ഐ മീൻ റൂട്ട് ഇറ്റ് ഔട്ട്. അപ്പോൾ എല്ലാം ശരിയാവും. എന്നാ ശരി. ഞാൻ ഒന്നുകൂടി വീണ്ടും വരാം. അപ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുക. പറട്ടെ. ശരിയെങ്കിൽ വേലി കിടന്ന പാമ്പിനെ എടുത്ത് കഴുത്തി ചുറ്റിയതുപോലെയായി ഇപ്പൊ എന്റെ അവസ്ഥ. അന്ന് അനന്തമാഷ അയാളുമായിട്ട് വന്നപ്പോ തന്നെ ഇറക്കി വിട്ടാ മതിയായിരുന്നു. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല ഹർഷേ. നീ എനിക്ക് തന്ന ഉപദേശങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. പക്ഷേ ശേഖരനെ ഇറക്കി വിടേണ്ടെന്ന് പറഞ്ഞത് അതൊരു വലിയ പണിയായി പോയി. ഞാൻ മനഃപൂർവ്വം ആന്റിക്ക് പണി തന്നു എന്നാണോ ആന്റി പറഞ്ഞു വരുന്നേ? അയ്യോ, അങ്ങനെ ഞാൻ പറയോ ഹർഷേ? നീ ഒരിക്കലും എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? ഈ കുരിശ് ചുമക്കണമെന്നുള്ളത് എന്റെ തലവിധിയായിരിക്കും. അല്ലാതെ എന്തു പറയാനാ? സൂചി കുത്താൻ ഇടം കൊടുത്താ അവിടെ തൂമ്പ കൊണ്ടുവയ്ക്കുന്ന കാലവാ. അയാൾ അവിടെ ഇരുന്നങ്ങ് ആളാകുമെന്ന ഇപ്പൊ എന്റെ പേടി. അങ്ങനെ ശേഖരൻ ആളാവുന്നുണ്ടെങ്കിൽ അത് ആന്റിയുടെ കഴിവുകേടാണെന്നേ ഞാൻ പറയൂ. ആന്റിയുടെ മക്കളെല്ലാവരും ഇപ്പോഴും ആന്റിയുടെ കൂടെ തന്നെയല്ലേ ഉള്ളത്. അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഹർഷേ. അയാൾക്ക് എല്ലാ സപ്പോർട്ടും നൽകാൻ അവളില്ലേ അവിടെ, അനുപമ. അവളും അവളുടെ അച്ഛനും കൂടി എപ്പോ വേണമെങ്കിലും എന്റെ മക്കളെ സ്വാധീനിച്ച് അവരുടെ അച്ഛന്റെ ഒപ്പം ചേർത്തേക്കാം. അതിനു മുമ്പ് അയാളെ അവിടുന്ന് ഓടിക്കുന്നിടത്ത സുശീല ആന്റിയുടെ ബുദ്ധിയും കഴിവും ഇരിക്കുന്നത്. അയാളെ അവിടെ പിടിച്ചു നിർത്തുമ്പോ ഞാൻ എന്താ ആന്റിയോട് പറഞ്ഞേ? എത്രയും വേഗം അയാളെ അവിടുന്ന് പുകച്ച് പുറത്തിയടിക്കണമെന്നല്ലേ? ആ വീട്ടിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് ആരും അറിയാതെ സ്വമേധയാ അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. അതിന് സാധിച്ച ആന്റിയുടെ ഇമേജിന് ഒരു കോട്ടവും തട്ടില്ല. ആ ബാധ എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ഹർഷേ. ഞാൻ എന്ത് ചെയ്താലും അതിനിടയിൽ കയറി തടസ്സം വെക്കാൻ അവള് വരും. ഇപ്പൊ തന്നെ രാധാമണി ഇറക്കിയത് ഞാനും നെയ്യുവാണെന്ന കാര്യം പോലീസിൽ അറിയിക്കുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആന്റി, ഒന്നാമത് ആന്റി ആവശ്യമില്ലാതെ ആ അനുപമയായിട്ട് മുട്ടാൻ പോവരുത്. അവളെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം അയാൾക്കുള്ള ഷോക്ക് കൊടുക്കാൻ. അതോ ഇനി ഞാൻ ആന്റിക്ക് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? വേണ്ട ഹർഷേ, എന്താ വേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പറ്റിയ സാഹചര്യം ഒന്ന് ഒത്തു വന്നോട്ടെ. അയാളെ എന്നേക്കുമായി അങ്ങ് തീർത്ത ആ കുറ്റം ഞാൻ അനുപമയിൽ ചുമത്തും. ആന്റി, അത്രയ്ക്ക് കടന്ന് ചിന്തിക്കണം. ആ വീട്ടിൽ വെച്ച് അയാൾ തട്ടിപ്പോയാ കഥ മാറും. പിന്നെ അത് ആന്റിയുടെ കയ്യിൽ നിന്നെന്ന് വരില്ല. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചു മതി. ആന്റി, പിന്നെ സീരിയസ് ആയിട്ട് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ ഹർഷേ?
എന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 എങ്ങോട്ട് പോയെന്ന് രവിയേട്ടൻ ചോദിച്ചു. ഞാനത് ആന്റിക്ക് കടം തന്നാ പറഞ്ഞത്. എനിക്കോ? അതെ, ആന്റിക്ക് വേണ്ടിയല്ലേ ഞാനത് രാധാമണിക്ക് കൊടുത്തത്. ആ കാര്യം എന്തായാലും രവിയേട്ടനോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോ ആ 50,000 നിനക്ക് ഉടനെ വേണോ അല്ലേ? അതെ ആന്റി, ഇല്ലെങ്കിൽ രവിയേട്ടൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആന്റി തന്നില്ലെന്ന് ഞാൻ എത്ര നാൾ രവിയേട്ടനോട് പറയും? ശരി ഹർഷേ, ഞാനത് എത്രയും വേഗം തിരിച്ചു തരാം. ആ, ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും എന്റെ ആവശ്യത്തിനല്ലേ നീ പണം മുടക്കിയത്, അത് ഞാൻ തന്നിരിക്കും. ആയിക്കോട്ടെ ആന്റി. രവിയേട്ടൻ ചോദിച്ചാ ആന്റി ഉടനെ തരുമെന്ന് ഞാൻ പറഞ്ഞേക്കാം. ആ ശരി, ഞാനെന്നാ അങ്ങ് പോട്ടെ. ആ, ഓ, ഇനി 50,000 വേണ്ടി എന്തോരം ഓടണം. ആ, നമുക്ക് കാണാം ഹർഷേ. ആ. അച്ഛാ, ഗുളികയെല്ലാം തീർന്നല്ലോ. അമ്മ പുറത്തു പോകുമ്പോ ചീട്ട് വാങ്ങിച്ചിട്ടാണോ പോയെ? ഏയ്, സുശീലനിക്ക് മരുന്ന് വാങ്ങി തരുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇന്ദ്രേട്ടന്റെ മുന്നിൽ വെച്ച അമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞേ. മരുന്നിന്റെ കാര്യത്തില് ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാമോ? മരുന്ന് കഴിച്ച ഞാൻ അസുഖം മാറി സുഖം പ്രാപിക്കില്ലേ മോളെ? അപ്പോ ശേഖരൻ കഷ്ടപ്പെടുന്നത് സുശീലയ്ക്ക് കാണാൻ പറ്റുമോ? അച്ഛാ, പണ്ടേ അമ്മ അച്ഛനോട് ഇങ്ങനെ തന്നെയാണോ പെരുമാറിയത്? എന്ന് ചോദിച്ചാ അവളുടെ ഉള്ളിൽ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഒരുതരം മനുഷ്യത്വം ഇല്ലായ്മ. പക്ഷേ അന്ന് ഞാനായിരുന്നു വില്ലൻ. ചിലവ് നടത്തുന്നതും കുടുംബം നോക്കുന്നതൊക്കെ ഞാനായതുകൊണ്ട് എന്നോട് വഴക്കിടുമെങ്കിലും എന്നെ ചവിട്ടിത്താഴ്ത്താൻ നോക്കില്ലായിരുന്നു.